കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുകയാണ്. രജിസ്ട്രാറുടെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഡോക്ടർ മിനി കാപ്പൻ്റെ അപേക്ഷയിൽ ഇന്ന് വൈസ് ചാൻസലർ തീരുമാനമെടുത്തേക്കും. മറ്റാർക്കെങ്കിലും ചുമതല കൈമാറുമെന്ന സൂചനയുണ്ട്. മനീഷ് മഹിവാൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, യഥാർത്ഥത്തിൽ ഈ നേതൃതലത്തിലുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം കൊണ്ട് വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഏതെങ്കിലും സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ട രേഖകളോ ഡോക്യുമെൻറ്റോ ഒപ്പിടാൻ രജിസ്ട്രാറുടെ മുന്നിൽ ചെന്നാൽ അന്തിമ ഒപ്പിടേണ്ടത് വൈസ് ചാൻസലർ ആണെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് അങ്ങോട്ട് അയക്കുമ്പോൾ ഇല്ലില്ല ഞാനിതിലൊന്നും ഒപ്പിടില്ല എന്ന് പറഞ്ഞ് വൈസ് ചാൻസലർ തള്ളി താഴോട്ട് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്തിമമായി കഴുത്തം ഞെരിക്കപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ താല്പര്യമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലാത്തൊരു കലാശാലയായി കേരള സർവകലാശാലയെ ഈ അധികൃതരെല്ലാം കൂടി മാറ്റിക്കളയുമോ എന്ന് ന്യായമായും പേടിക്കാം. ഞാനും കേരള സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഷോക്കിലാണ് നമ്മളൊക്കെ. പറയൂ മനീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ശരിക്കും എസ് കെ എൻ പറഞ്ഞത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ ഒരു ചക്ലത്തി പോരാട്ടത്തിൽ ബലിയാടാകുന്നത് സാധാരണ വിദ്യാർത്ഥികളാണ്. നിലവിൽ രാജ്ഭവനിൽ തുടങ്ങിയിട്ടുള്ള ഭാരതാംബ വിവാദം അത് സർവകലാശാലയിലേക്ക് ആളിപ്പടർന്നതോടെ അക്കാദമിക് പർപ്പസ് എല്ലാം താളം തെറ്റിയ നിലയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സർവകലാശാലയുടെ മുൻപിലാണ്. ഇവിടെ ഈ സർവകലാശാലയിലേക്ക് 13 ദിവസമായി VC തന്നെ എത്തിയിട്ട് VC മോഹനൻ കുന്നുമ്മൽ പറയുന്നത് താൻ ഈ സർവകലാശാലയിലേക്ക് എത്തിയാൽ തന്റെ ജീവന് പോലും ഭീഷണി എന്ന രീതിയിലുള്ള പ്രതികരണമാണ്. ഒപ്പം തന്നെ ഇവിടെ ഒരു കേന്ദ്ര സേനയെ വിന്യസിപ്പിക്കണം, അത്തരത്തിലുള്ള വലിയ സമര പ്രക്ഷോഭങ്ങൾ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ എങ്ങനെ സർവകലാശാലയിലേക്ക് എത്തും എന്നാണ് VC ചോദിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് VCയുടെ നിലപാടും വലിയ രീതിയിൽ തർക്കമുണ്ടാക്കുന്നതാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വീണ്ടും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അദ്ദേഹത്തിന് തന്നെ അധികാരം കൊടുത്ത് പിന്തുണയ്ക്കുന്നു. പക്ഷേ ഇവിടെ നിയമനം റദ്ദാക്കിയാൽ, അതായത് എല്ലാ ഫയലുകളും ഒപ്പിട്ട് പോകുന്നത് രജിസ്ട്രാർ വഴിയാണ്. ആ രീതിയിൽ രജിസ്ട്രാർ ഒപ്പിട്ട് നൽകുന്ന ഫയലുകൾ പക്ഷേ തുടർ നടപടിക്ക് വേണ്ടി VC തയ്യാറാകുന്നില്ല. VC പകരം ഒരു താൽക്കാലിക VCയെ നിയമിച്ചിരിക്കുകയാണ്. ആ VC ആകട്ടെ 25 ഫയലുകൾ നൽകി. ആ 25 ഫയലുകൾ VC ഒപ്പിട്ട ശേഷം പിന്നീട് അത് സിൻഡിക്കേറ്റ് ചേർന്ന് അത്തരം ഫയലുകളുടെ തുടർ നടപടി അത് മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫയലുകളും കഴിഞ്ഞ 13 ദിവസമായി മുന്നോട്ട് പോകുന്നില്ല. ഇനി ഏതെങ്കിലും ഫയലുകൾ മുന്നോട്ട് പോയാലും അതിന്റെ സാങ്കേതിക പ്രശ്നം ഇതാണ്. അതായത് നിലവിൽ 2 VCമാരുണ്ട് എന്നുള്ള ഒരു വലിയ രസകരം അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ള കാര്യമാണ് ഈ കേരള സർവകലാശാലയിലുള്ളത്. ഒന്ന് അനിൽകുമാറാണത്, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിയമിച്ച അല്ലെങ്കിൽ നേരത്തെ മുൻകൂറായി ഉണ്ടായിരുന്ന അനിൽകുമാറാണ്. മറ്റൊന്ന് നിലവിൽ താൽക്കാലം നിയമിച്ചിട്ടുള്ള മിനി കാപ്പനാണ്. അങ്ങനെ ഈ 2 പേരുടെ നിയമനങ്ങളിൽ ആരുടെയെങ്കിലും ഒരു നിയമനം റദ്ദായാൽ ഈ ഒപ്പിട്ട് നൽകുന്ന ഫയലുകൾക്ക് പിന്നീട് നാളെ അതിന് സാധുത ഇല്ലാതാകും. അതിന് പിന്നീട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലെത്തും. നിലവിൽ ഇവിടെ PhD അടക്കം ബിരുദ പരീക്ഷകൾ പോലും നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരള സർവകലാശാല മാറി. കേരള സർവകലാശാലയുടെ ചുമതലയുള്ള താൽക്കാലിക VCയാണ് മോഹൻ കുന്നുമൽ. നിലവിൽ ആരോഗ്യ സർവകലാശാലയുടെ ചുമതല കൂടിയുണ്ട്. നിലവിൽ ആരോഗ്യ സർവകലാശാലയുടെ ചുമതല മാത്രം കേന്ദ്രീകരിച്ച് പോകാനുള്ള രീതിയിലേക്ക് മോഹൻ കുന്നുമൽ മാറുന്നു. മോഹൻ കുന്നുമലിന്റെ വീട്ടിലേക്കടക്കം SFIയുടെ പ്രതിഷേധം മാറ്റുന്നു. മോഹൻ കുന്നുമൽ അതായത് VC ഇവിടേക്ക് എത്തിയാൽ തടയുമെന്നുള്ള കടുത്ത നിലപാടിൽ SFI നീങ്ങുന്നു. അങ്ങനെ സർക്കാർ ഗവർണർ പോര് ശരിക്കും സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. SK